Good evening, students. We will discuss electrostatics in fundamental discuss reference textbook section 2.1 to 2.5 Introduction to Electrodynamics by David J. Griffith. This chapter is prerequisites അത്യാവശ്യം curvilinear coordinate system ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെയും കോൺസെപ്റ്റുകൾ ഉണ്ടാവണം. കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ മൂന്ന് രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്, cylindrical polar coordinates, and also conventional Cartesian coordinate system. ഇത് നമുക്കറിയുന്നതാണ്. പിന്നെ വെക്റ്റർ ഓൾജിബ്ര അത്യാവശ്യം ധാരണകൾ ഉണ്ടാവണം. വെക്റ്റർ ഓൾജിബ്ര കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. എന്താണ് ഗ്രേഡിയന്റ്, എന്താണ് ഡൈവർജൻസ്, എന്താണ് കേൾ, അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സും റിലേഷൻസും ഒക്കെ നമുക്ക് അറിയണം. അതേപോലെ തന്നെ സ്റ്റോക്സ് തിയറം, ഗോസസ് ഡൈവർജൻസ് തിയറം, മാത്തമാറ്റിക്സിലുള്ള ചില തിയറംസ് ആണ്. And also we have to know something about surface integral, surface line surface and volume integration. അതേപോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ചും പാർഷ്യൽ ഡെറിവേഷൻ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അത്യാവശ്യം ധാരണകളും ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ ചില പ്രീ റിക്വസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. യു ക്യാൻ റെഫർ ചാപ്റ്റർ 1 by David J. Griffith. Introduction to Electrodynamics എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ഒന്ന് ഡിസ്കസ് ചെയ്താൽ, ഒന്ന് അത്യാവശ്യം ധാരണയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഫോർ ദ ടൈം ബീയിങ് നമുക്കിതിൻ്റെ എന്താ പറയുക, വെക്റ്റർ ഓൾജിബ്രയും ഇത്തരം കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടൈം വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ഈ ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹോൾ ഇലക്ട്രോ ഡൈനാമിക്സിനെ നമ്മൾ പല വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്, എങ്കിലും ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു തരികയാണ്. ഹോൾ ഇലക്ട്രോ ഡൈനാമിക്സിനെ നമുക്ക് രണ്ട് ബ്രാഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നും മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ടൈം. ഹിയർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സ്റ്റാറ്റിക്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ടൈം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സോഴ്സ് ചാർജസ് ആണ്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ചാർജസ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ചാർജസും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് കറൻറ്റുമാണ്. നമുക്കറിയുന്ന വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു +2 ലെവലിലുള്ള വിദ്യാർത്ഥിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇലക്ട്രിക് ഫീൽഡിനെ ഇ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചും മാഗ്നറ്റിക് ഫീൽഡിനെ ബി എന്ന് പറയുന്ന സിമ്പിളും വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് രണ്ടും ഒരേ നാണയത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കാരണം റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സിറ്റുവേഷൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് ചാർജസ് മൂവ് ചെയ്യുകയും അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. മാഗ്നറ്റോസ്റ്റാറ്റിക്സും അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൻ്റെ രണ്ടിനെയും ക്ലബ് ചെയ്തുകൊണ്ട് ഹോൾ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഒരേ നാണയത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണെങ്കിൽ എവിടെ ഇലക്ട്രിക് ഫീൽഡിന് വേരിയേഷൻ വരുന്നോ അവിടെ മാഗ്നറ്റിക് ഫീൽഡും, എവിടെ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ വരുന്നോ അവിടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഈ ഒരു ടോപ്പിക് മൊത്തം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഹോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫോർ ദ ടൈം ബീയിങ് ജസ്റ്റ് എഴുതുന്നു, a time varying
electric field will always produce a magnetic field. Similarly, a time varying magnetic field will produces electric field. ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നൊക്കെ പറയും. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. തൽക്കാലം അത്തരം വളരെ ഡെപ്തിലേക്കൊന്നും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇലക്ട്രിക് ഫീൽഡിന് ഒരു സമയത്തിനനുസരിച്ച് വ്യത്യാസം വരുമ്പോൾ, അതായത് ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാറ്റിക് അല്ലെങ്കിൽ ചാർജസ് അറ്റ് റെസ്റ്റിലല്ലെങ്കിൽ ചാർജസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡും കൂടിയും എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ റിയൽ ലൈഫിൽ ഒരിക്കലും നമുക്കൊരു ഇലക്ട്രോസ്റ്റാറ്റിക് സിറ്റുവേഷൻ കാണാൻ പറ്റില്ല. ബട്ട് ഇൻ ടെക്സ്റ്റ് ബുക്സ് നമുക്ക് ഇലക്ട്രോഡൈനാമിക്സ് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് 2 ബ്രാഞ്ചായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നും ഒന്ന് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്നും പറയുന്നു. ഒന്നിൽ ഇലക്ട്രിക് ഫീൽഡ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ ചാർജസ് അറ്റ് റെസ്റ്റിലാണെന്നുള്ള അസംഷൻ എടുക്കുന്നു. മറ്റൊന്ന് മാഗ്നറ്റോസ്റ്റാറ്റിക്, അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി കറണ്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പിന്നെ വരാം. അപ്പോൾ ജസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് the charges, which deals with static electric field. Static electric field നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ബ്രാഞ്ച് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ ഡിസ്കസ് ചെയ്യാം. That means electrostatics is the branch of physics which deals with stationary charges. മൂവ് ചെയ്യാത്ത ചാർജസുകളെ കുറിച്ചാണ്. stationary charges. Or you can say that static electric field ആണ് അതുകൊണ്ട് ഉണ്ടാവുക. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ്, ഈ ഒരു റെസ്ട്രിക്ഷനിൽ നിന്നുകൊണ്ടാണ് whole electrostatics നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. It is electrostatics. Charges are at rest. That means it will produce a static electric field. Understood? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഒരു റിയൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ കൂടെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഒരു ടൈം വേരിയിങ് സിറ്റുവേഷനാണ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നും മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്നും വേർതിരിച്ച് നമുക്ക് ഒരു റിയൽ ലൈഫിൽ പറയാൻ പറ്റില്ല. പക്ഷേ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ലളിതമായിട്ട് ഈ രീതിയിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നും മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്നും പറഞ്ഞ് ബ്രാഞ്ചാക്കി ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് നത്തിങ് ബട്ട് a wave which is propagating in one direction, in which electric field and magnetic field are varying in perpendicular direction, mutually perpendicular directionൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലും വേരി ചെയ്യുന്നു എന്ന് വിചാരിക്കാം. സോ ദ വേവ് വിൽ പ്രൊപ്പഗേറ്റ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷനായിട്ടും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷനായിട്ട് ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്താൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇത്തരം ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്കറിയാം എന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോകുക. നമ്മളുടെ ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ആ ബ്രാഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ചാർജസ് ആണ് ഇവിടുത്തെ സോഴ്സ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകാനുള്ള കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ചാർജാണ്, സ്റ്റേഷനറി ചാർജാണ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മീൻസ് സ്റ്റേഷനറി ചാർജസ്.
ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചാർജസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമ്മളുടെ ഡേവിഡ് ജെ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ഫണ്ടമെന്റൽ പ്രോബ്ലം എന്ന് പറയുന്നത് ദ ഫണ്ടമെന്റൽ പ്രോബ്ലം in electrostatics is എന്താന്ന് പറയാം. നോർമലി കുറേ സ്റ്റേഷനറി ചാർജസുകൾ ഇവിടെ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. Q1, Q2, Q3 പിന്നെ കുറേ ചാർജസുകളുണ്ട്. ഇവിടെ ഒരു ചാർജ് ക്യാപിറ്റൽ Q ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെ സ്റ്റേഷനറി ചാർജസ് ആണ്. ഈ ചാർജസിനെ ഞാൻ തൽക്കാലം സോഴ്സ് ചാർജ് എന്ന് വിളിക്കാൻ പോവാണ്. എന്തുകൊണ്ടാണെന്ന് പിന്നെ പറയാം. സോഴ്സ് ചാർജ്. ഈ ചാർജിനെ ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോഡൈനാമിക്സിൽ ഒരു ചാർജ് കോൺഫിഗറേഷൻ, ഇതൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ചാർജ് കോൺഫിഗറേഷൻ്റെ റീജിയൻ ആണ്. റീജിയൻ കണ്ടെയ്നിങ് സെവറൽ ചാർജസ്. അങ്ങനെ ഒരു ചാർജ് കോൺഫിഗറേഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വേറൊരു ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ്. അതായത് വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ Q ഡ്യൂ ടു ദീസ് ചാർജസ്, ദീസ് കോൺഫിഗറേഷൻ, ചാർജ് കോൺഫിഗറേഷൻ. ഇതായിരിക്കും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്താണ് ഇവിടുത്തെ ഫോഴ്സ്, എന്താണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ ഈ പോയിന്റിൽ ഈ ചാർജിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സോ നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് ഫോഴ്സ് ഉണ്ടാവുന്നത്? ഇവിടെ കുറേ ഒരു ചാർജ് കോൺഫിഗറേഷൻ, കുറേ ചാർജസുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാർജസ് കൊണ്ട് ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ചാർജസുകളെ നമ്മൾ വിളിക്കുന്നത്, ഈ ചാർജസ് ആണ് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാർജസുകളെ സോഴ്സ് ചാർജസ് എന്നും ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചാർജാണ് ടെസ്റ്റ് ചാർജ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ടെസ്റ്റ് ചാർജ്, എന്താണ് സോഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറയാം. സോഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന ചാർജ്. ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഏത് ചാർജ് കോൺഫിഗറേഷൻ കൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നതെങ്കിൽ ആ ചാർജ് കോൺഫിഗറേഷനെ നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ സോഴ്സ് ചാർജ് എന്ന് വിളിക്കുന്നു. ഏത് ചാർജാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കൊണ്ട് വെച്ചേക്കണമെങ്കിൽ അതിനെ നമ്മൾ ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കും. ഓക്കെ, സോ ടെസ്റ്റ് ചെയ്യുന്ന ചാർജ് ടെസ്റ്റ് ചാർജ് എന്നും ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ചാർജസുകളെ സോഴ്സ് ചാർജ് എന്നും റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ വളരെ ലളിതമായിട്ട് പ്രധാനമായിട്ടും ഒരു കോൺസെപ്റ്റ് ഈ ചാപ്റ്റർ മൊത്തം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു സോഴ്സ് ചാർജ് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. സ്മോൾ Q എന്ന് പറയുന്ന ഒരു സോഴ്സ് ചാർജ് ഉണ്ട്. ദിസ് എ സോഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ Q ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചപ്പോൾ വേറൊരു പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. ഇതിനെ ക്യാപിറ്റൽ Q എന്ന് വിളിച്ചു, ഇതിനെ ടെസ്റ്റ് ചാർജ് എന്ന് വിളിച്ചു. സോ ദിസ് ഈസ് ദ ടെസ്റ്റ് ചാർജ്. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഈ സ്മോൾ Q ചാർജ് കൊണ്ടാണ് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ചാർജ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം നോർമലി എടുക്കാം. ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമോ എന്തെങ്കിലും എടുത്തെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഒറിജിൻ എന്ന് വിചാരിക്കുക. ഒറിജിനിൽ നിന്ന് ഈ സോഴ്സ് ചാർജിലേക്ക് ഒരു പൊസിഷൻ വെക്ടർ റെപ്രസെന്റ് ചെയ്യാം. അതിനെ നമ്മൾ R പ്രൈം എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. വെക്ടർ R പ്രൈം. ശ്രദ്ധിക്കുക, നമ്മൾ സോഴ്സ് ചാർജസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഈ നമ്മളുടെ സിലബസിൽ മൊത്തം ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ സോഴ്സ് ചാർജിനെ പ്രൈംഡ് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. പ്രൈംഡ് കോർഡിനേറ്റ്സ്. ഇപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം ആണ്. ഓക്കെ, ഇതിനെ അൺപ്രൈംഡ് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ടെസ്റ്റ് ചാർജിനെ റെപ്രസെന്റ് ചെയ്യാറ്. വെക്ടർ ആർ. ഇത് അൺപ്രൈംഡ് കോർഡിനേറ്റ്സ് ആണ്. അൺപ്രൈംഡ് കോർഡിനേറ്റ്സ്.
സോ നിങ്ങൾ ഇതിൻ്റെ ഈ വെക്ടർ വരച്ചു എന്ന് വിചാരിച്ചു. ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സ് ചാർജും ടെസ്റ്റ് ചാർജും തമ്മിലുള്ള ദൂരമാണ്. അതിനെ ഞാൻ വെക്ടർ ഈ ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനെ ഞാൻ ഈ സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു വെക്ടർ ആർ. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ, നമ്മളുടെ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് മൊത്തം ഈ ഒരു റെപ്രസെൻറ്റേഷനാണ് ഉണ്ടാവുക. സോഴ്സ് ചാർജിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ആർ പ്രൈം എന്നും ടെസ്റ്റ് ചാർജിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് വെക്ടർ ആർ എന്നും ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ടെസ്റ്റ് ചാർജിനെ ഈ സിമ്പിൾ ഉപയോഗിച്ചും റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഫ്രം ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ, triangular law of vector addition, we can write vector r prime plus vector r is equal to vector r. ഇത് ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് ആണ് വെക്ടർ ആർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ മൈനസ് വെക്ടർ ആർ പ്രൈം. ഇവിടെ എഴുതാം. സോ മോഡുലസ് വെക്ടർ ആർ എന്ന് പറയുന്നത് മോഡുലസ് വെക്ടർ ആർ മൈനസ് വെക്ടർ ആർ പ്രൈം. ഇത് ഫ്യൂച്ചർ യൂസിൽ ഈ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഈ ഒരു ഫ്യൂച്ചർ യൂസ് ഉണ്ടാവണം. സോഴ്സ് ചാർജിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് വെക്ടർ ആർ പ്രൈം, ടെസ്റ്റ് ചാർജിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് വെക്ടർ ആർ. ദിസ് സിമ്പിൾ റെപ്രസെൻറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ടെസ്റ്റ് ചാർജസ്. ഈ ഒരു റെപ്രസെൻറ്റേഷൻ എപ്പോഴും ഓർത്ത് വയ്ക്കും. ഓക്കെ, ഇനി നമ്മൾ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അത് രണ്ട് കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തിയററ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റുകളല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫണ്ടമെൻ്റൽ ആക്സിയംസ് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഡിസ്കസ് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ആ രണ്ട് ഫണ്ടമെൻ്റൽ ആക്സിയത്തിൻ്റെ സപ്പോർട്ടിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് മൊത്തം നിലനിൽക്കുന്നത്. ആ രണ്ട് ആക്സിയം എന്ന് പറയുന്നത് നമുക്ക് പറയാം ദ ഫണ്ടമെൻ്റൽ ആക്സിയംസ് ഓഫ് axiom means we cannot prove it. Fundamental axioms of electrostatics are 1. Coulomb's law. Second one, superposition principle. We can explain whole concepts of electrostatics with the support of about two axioms. ഈ രണ്ട് ആക്സിയത്തിൻ്റെ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് ഹോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതാണ് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് കൊളൂംസ് ലോ. കൊളൂംസ് ലോ 18th സെഞ്ച്വറിയിലാണ് കൊളൂംസ് ലോ ആദ്യമായിട്ട് പ്രൂവ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് ചാൾസ് അഗസ്റ്റിൻ ഡി കൊളൂംബ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എത്തുന്നത് 18th സെഞ്ച്വറിയിലാണ്. ശരിക്കത് കൊളൂംസ് ലോ അത് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റ്സ് ആണ് ഈ ഒരു പ്രൂഫിലേക്ക് എത്തിയത്. യു കനോട്ട് പ്രൂവ് ഇറ്റ്. എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, അന്ന് വരെ നിലനിന്നിരുന്ന എക്സ്പെരിമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് കൊളൂംസ് ലോ നമ്മൾ മാത്തമാറ്റിക്കലി ഈ ഒരു ഇനി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുന്നത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ നമ്മൾ കൊളൂംസ് ലോ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ വി ക്യാൻ ഡിസ്കസ് കൊളൂംസ് ലോ. So you consider two charges, small q and capital Q.
which are separated by a vector r. നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം ഇതുപോലെ എടുക്കാം. ഒറിജിൻ ഇവിടെ. സോ ദിസ് ഈസ് വെക്റ്റർ r prime and this is vector r. So vector r is vector r prime minus vector r. And small q എന്ന് പറയുന്ന സോഴ്സ് ചാർജ് ആണ്. ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് ടെസ്റ്റ് ചാർജ്. നമ്മളുടെ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ വളരെ ലളിതമായിട്ട് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. +2 ലെവലിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുന്നു, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുന്നു ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫോഴ്സ്, ആ ഫോഴ്സിനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അറിയുന്ന കാര്യം എന്ന് പറയുന്നത് ലൈക്ക് ചാർജസ്, അതായത് പോസിറ്റീവും റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. അപ്പോൾ ഒരു ഫോഴ്സ് അവിടെയുണ്ട്. ആ ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. 4 ഫണ്ടമെന്റൽ ഫോഴ്സിലൊരു ഫോഴ്സാണ് ഇലക്ട്രോഡൈനാമിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുളംബ്സ് ലോ പ്രകാരം നമുക്ക് എഴുതാം, ദ ഫോഴ്സ് simply states that എല്ലാവർക്കും അറിയുന്നതാണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ or repulsion between two charges is directly proportional to the product of charges and inversely proportional to square of distance between the charges. Okay, so you can simply say that vector F proportional to q1 q2 by r square. ഞാൻ വെക്റ്റർ മോഡുലസ് വെക്റ്റർ ആറിനെയാണ് r എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ വെക്റ്റർ ഓഫ് മാഗ്നിറ്റ്യൂഡ് F proportional to q1 q2 by r square. It may be attractive or it may be repulsive. ഇത് ചാർജിന്റെ ഇതിനനുസരിച്ചാണ്. ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനൊരു വെക്റ്റർ ഫോമിലേക്ക് ഡയറക്റ്റ് ആയിട്ട്, ഇത് കൊളംബ് ഒരു എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനിൽ നിന്ന്, അതായത് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ്സിൽ നിന്നാണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് വന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ആക്സിയം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. യു കനോട്ട് പ്രൂവ് ഇറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ q1 q2 എന്നുള്ള സിമ്പിളിന് പകരം നമുക്ക് തെറ്റിപ്പറ്റിയതാണ്. സ്മോൾ q ഇൻറ്റു ക്യാപിറ്റൽ Q എന്ന് കൊടുക്കുക. ഓക്കെ, q1 q2 അല്ല, സ്മോൾ q ഇൻറ്റു ക്യാപിറ്റൽ Q. ഓക്കെ, ക്ലിയർ. ദെൻ ഇതിനെ വെക്റ്റർ ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? വളരെ ലളിതമാണ്. നമുക്കറിയാം ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, വെക്റ്റർ F പ്രൊപ്പോർഷണൽ ടു സ്മോൾ q ക്യാപിറ്റൽ Q ബൈ r സ്ക്വയർ ഇൻറ്റു r ക്യാപ് എന്ന് എഴുതാം. ഇപ്പോൾ സ്മോൾ ക്യൂവും ക്യാപിറ്റൽ Qവും പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചോ. ഇതാണ് വെക്റ്റർ R എങ്കിൽ ഇതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് വരിക. ഫോഴ്സ് ഈസ് ആക്ടിങ്, റിപ്പൾഷൻ ആണ്. റിപ്പൾഷൻ ആയതുകൊണ്ട് സ്മോൾ q ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ ഫോഴ്സ് ഓൺ q എന്ന് പറയുന്നത് നമുക്ക് ഈ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വെക്റ്റർ R എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചത്. നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. ദാറ്റ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് 1/4 pi epsilon
small q capital Q by r square into unit vector r. ഇതാണ് Coulomb's lawന്റെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, വെക്റ്റർ ഫോമിലുള്ള റെപ്രസെൻറ്റേഷൻ, where epsilon is epsilon naught into epsilon r. Epsilon naught is, the value is 8.85 into 10 raised to minus 12 Coulomb square Newton raised to minus 1 meter raised to minus 2. Okay, and epsilon r can be written as epsilon by epsilon naught. Here epsilon is called permittivity of medium. Permittivity of medium. It is called permittivity. Epsilon naught is a medium നമ്മൾ എടുക്കുന്ന ഏതാ ഫ്രീ സ്പേസ് ആണ്. Epsilon naught is permittivity of free space. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. Epsilon r is also called relative permittivity. Relative permittivity. It is the ratio of permittivity of medium to permittivity of free space. That is why it is called relative permittivity. Relative value ആണ്. Epsilon r എന്ന് പറയുന്നത് ഒരു dimensionless quantity ആയിരിക്കും. Dimensionless quantity ആയിരിക്കും. For air or free space, free spaceന് epsilon r 1 വരും. അതായത് epsilon is equal to epsilon naught ആയിരിക്കും ഫ്രീ സ്പേസിന്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഫ്രീ സ്പേസിൻ്റെ കേസിൽ നമ്മൾ ഈ എക്സ്പ്രഷൻ വളരെ ലളിതമായിട്ട് ഇങ്ങനെ എഴുതുക. ഫ്രീ സ്പേസിൽ നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതുന്നത് വെക്റ്റർ എഫ് ഇസ് ഈക്വൽ ടു 1/4 pi epsilon naught small q capital Q by r square into unit vector r. And the value of 1/4 pi epsilon naught is 9 into 10 raised to 9. ഇതാണ് നമ്മളുടെ വാല്യൂ വരും. അപ്പോൾ ഇതാണ് സാധാരണ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു കൊളൂംസ് ലോന്റെ വെക്റ്റർ ഫോം. നിങ്ങൾക്കിത് വളരെ ലളിതമായിട്ട് മനസ്സിലാവും. ഇത് നമുക്ക് ന്യൂട്ടൺസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ന്യൂട്ടൺസ് ലോ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, how it satisfies Newton's law. നമുക്ക് രണ്ട് ചാർജ് എടുക്കാം. സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ. ഫസ്റ്റ് ചാർജിനെ 1 സെക്കൻഡ് ചാർജിനെ 2 റെപ്രസെൻറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെക്റ്റർ r ആണ്. അപ്പോൾ നമുക്ക് ആദ്യം we want to find out force on capital Q due to small q കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചു. ഈ ചാർജ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഫോഴ്സ് ഓൺ 2/1. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ചാർജ് ആണെന്ന് തൽക്കാലം വിചാരിക്കുക. അപ്പോൾ എന്ത് വരും, 1 ഫ്രീ സ്പേസും ആണെന്ന് വിചാരിക്കുക. 1/4 pi epsilon naught q by r square into യൂണിറ്റ് വെക്റ്റർ r cap. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരും. വെക്റ്റർ F21 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ ഓഫ് r cap. അടുത്ത ചോദ്യം എന്താ, ഫോഴ്സ് ഓൺ സ്മോൾ q ഡ്യൂ ടു ക്യാപിറ്റൽ Q. ഈ ചാർജിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ അതിനെ നമുക്ക് ഫോഴ്സ് ഓൺ 1/2 എന്നുള്ള രീതിയിൽ F12 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും, അതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരും, റിപ്പൾഷൻ ആയതുകൊണ്ട് ഈ വെക്റ്റർ F12 ഈ ഡയറക്ഷനാണ് വരിക. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെ വരും. 1/4 pi epsilon naught small q capital Q by r square, but the direction is opposite to vector r cap. That can be minus vector r cap mega. So minus 1/4 pi epsilon naught small q capital Q by r square into r cap mega. That is minus F21. So force on 1/2 is equal and opposite to force on 2/1. That means it satisfies Newton's third law.
ന്യൂട്ടൺസ് തേർഡ് ലോ. സോ വളരെ സിമ്പിളായിട്ട് നമ്മളിത് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? വളരെ സിമ്പിളാണ്. We know vector F is equal to 1 by 4 pi epsilon naught small q capital Q by r square into vector r cap. Vector ഒക്കെ ഒഴിവാക്കി സിമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ F is equal to 1 by 4 pi epsilon naught small q capital Q by r square. That can be written as 9 into 10 raised to 9 small q capital Q by r square. This is the force. നമുക്കൊരു കാര്യം ചെയ്യാം. Let us take small q as 1 coulomb. നമുക്കറിയാം ചാർജിന്റെ യൂണിറ്റ് 1 coulomb ആണ്. അതിനെ ഡിഫൈൻ ചെയ്യാനുള്ള ശ്രമമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. Let us take q is equal to 1 coulomb. Capital Q is also 1 coulomb എന്നെടുക്കുക. And distance between the charges as 1 meter എന്നെടുക്കുക. So ഫോഴ്സ് എത്ര വരും? ഫോഴ്സ് എന്ന് പറയുന്നത് 9 into 10 raised to 9 into 1 into 1 by 1. അപ്പോൾ ഉത്തരം വരും 9 into 10 raised to 9 ന്യൂട്ടൺ. അപ്പോൾ നമ്മൾ രണ്ട് ചാർജ് എടുത്തു, രണ്ടും 1 coulomb ആണെന്ന് വിചാരിച്ചോ. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 9 into 10 raised to 9 ന്യൂട്ടൺ ആണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇതിനെ തലതിരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. 1 coulomb ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് ചാർജ് which is when placed at a distance from 1 meter to another charge or another equal charge if these two charges experience a force of attraction or repulsion of 9 into 10 raised to 9 newton, that charge is called 1 coulomb charge. So we can define like this. 2 coulomb charge 1 coulomb ചാർജുകളെ 1 മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് 1 ന്യൂട്ടൺ ആണ്. 9 into 10 raised to 9 ന്യൂട്ടൺ ആണെങ്കിൽ ആ രണ്ട് ചാർജുകൾ എന്ന് പറയുന്നത് 1 coulomb ചാർജ് ആണ് എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ 1 coulomb ചാർജ് ആസ് 1 coulomb charge is that charge which when placed at a distance of 1 meter from another equal charge of same sign സെയിം തന്നെയാണെന്ന് വിചാരിച്ചോ, സെയിം സൈൻ experiences a force of repulsion. സെയിം സൈൻ ആയതുകൊണ്ട് റിപ്പൾഷൻ ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഓഫ് 9 into 10 raised to 9 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ഇങ്ങനെ 1 coulomb ചാർജ് വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, നമ്മളുടെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പെർമിറ്റിവിറ്റിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പെർമിറ്റിവിറ്റിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി? ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വാട്ടറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് 84 ആണ് വരും. ഇപ്പോൾ നമ്മൾ രണ്ട് ചാർജ് എടുത്തു എന്ന് വിചാരിച്ചു, സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ. ഇവർ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ ഡിസ്റ്റൻസിലാണെന്ന് ഇരിക്കുന്നത് വിചാരിച്ചു. ഈ ഹോൾ സിസ്റ്റത്തിനെ ഫ്രീ സ്പേസിൽ വെച്ചപ്പോൾ നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് 1 by 4 pi epsilon naught സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ബൈ ആർ സ്ക്വയർ ആണ് വരും. ഒരു വാല്യൂ വന്നു ഞാൻ. ഇനി ഇതേ സിസ്റ്റത്തിനെ നമ്മൾ വാട്ടറിൽ ഇറക്കി വെച്ചു.
അപ്പോൾ ഡിസ്റ്റൻസ് മാറ്റിയില്ല, ചാർജിനെയും മാറ്റിയില്ല. സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ആണ്, ഡിസ്റ്റൻസ് r തന്നെയാണ്. പക്ഷെ നമ്മൾ വെച്ചേക്കുന്ന മീഡിയം എന്ന് പറയുന്നത് വാട്ടർ ആണെന്ന് വിചാരിക്കും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമുക്കൊരു ഫോഴ്സ് കിട്ടും. ഇതിനെ ഞാൻ എഫ് എയർ എന്ന് വിളിച്ചു, ഇതിനെ എഫ് മീഡിയം എന്ന് വിളിച്ചു. ആ എഫ് മീഡിയം എത്ര വരും? 1/4 എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ എന്ന് വരും. എപ്സിലോൺ ഈസ് എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ, സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ബൈ ആർ സ്ക്വയർ. ദാറ്റ് മീൻസ് എഫ് മീഡിയം is equal to F air by epsilon r. ശരിയല്ലേ? അപ്പോൾ നമുക്ക് epsilon r can be written as F air അല്ലെങ്കിൽ F free space അല്ലെങ്കിൽ air അല്ലെങ്കിൽ free space ഏത് വേണമെങ്കിൽ എഴുതാം. F air by F medium എന്ന് എഴുതാം. നമ്മൾ +2 തലത്തിൽ തന്നെ ഇത് വെച്ച് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതാണ്. എഫ് എയർ ബൈ എഫ് മീഡിയം എന്ന് നമുക്ക് എഴുതാം. നമുക്കറിയാം എപ്സിലോൺ ആർ എന്ന് പറയുന്നത് നോർമലി റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. സാധാരണ സിസ്റ്റത്തിലൊക്കെ നമ്മൾ കൺവെൻഷണൽ ആയിട്ട് കാണുന്ന സിസ്റ്റത്തിലൊക്കെ കാണും. എയറിൻ്റെ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇപ്പോൾ ഇഫക്റ്റീവ്ലി എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഈ ചാർജസുകളെ ഇപ്പോൾ ഇത് 1 ആണെങ്കിൽ എഫ് മീഡിയം എന്ന് പറയുന്നത് എഫ് എയറിനേക്കാളും നമുക്കിങ്ങനെ എഴുതാം, എഫ് മീഡിയം ഈസ് ലെസ് ദാൻ എഫ് എയർ. അപ്പോൾ ഈ രണ്ട് ചാർജുകളെ ആർ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഫ്രീ സ്പേസിലുള്ള ഒരു ഫോഴ്സ് കണ്ടുപിടിച്ചു. അതിന് അതേ സിസ്റ്റത്തിനെ നേരെ വാട്ടറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ വാട്ടറിൻ്റെ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് 84 ആണ്. അപ്പോൾ 1/84 ടൈംസ് അത് കുറഞ്ഞു പോയി എന്നുള്ളതാണ്. 1/84 ടൈംസ് ആയി മാറി. അപ്പോൾ മീഡിയം മാറ്റുന്നതിനനുസരിച്ച് ഫോഴ്സിന് വ്യത്യാസം വരും. അപ്പോൾ ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർമിറ്റിവിറ്റിയും പെർമിയബിലിറ്റിയും, എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡിനെ അവൻ സിസ്റ്റം പെർമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. നമ്മൾ പറഞ്ഞു 2 ആക്സിയംസ് ആണുള്ളത്. ഒരു ആക്സിയം എന്ന് പറയുന്നത് കുളൂംസ് ലോ ആണ്. അടുത്ത ആക്സിയം എന്ന് പറയുന്നത് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ മാത്രമൊന്നല്ല പഠിക്കാറുള്ളത്, പല സ്ഥലത്തും ഇത് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പല സിസ്റ്റത്തിലും സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. എങ്കിലും ഇലക്ട്രോഡൈനാമിക്സിലെ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എഴുതാം, എന്നിട്ട് അതിനെ ഡിസ്കസ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് that force between two charges is electrostatic force between states that electrostatic force between two charges is completely unaffected by the presence of other charges. വളരെ രസകരമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണിത്. നമ്മുടെ അതിൽ കുറേ ചാർജസ് ഉണ്ടെന്ന് വിചാരിച്ചു. Q1, ഇത് വേറൊരു ചാർജ് Q2, ഇത് വേറൊരു ചാർജ് Q3, ഇത് വേറൊരു ചാർജ് Q4. ഇനി ഒരുപാട് ചാർജസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോ സോഴ്സ് ചാർജിൽ നിന്നും we have several source charges Q1, Q2, Q3, Q4, Q5 etc. and we have one test charge capital Q.
ഓരോന്നിലേക്കുള്ള പൊസിഷൻ വെക്ടർ വെക്ടർ r1 എന്നും വെക്ടർ r1, this is vector r2, this is vector r3 and this is vector r4. അപ്പോൾ ഇവിടെ ശരിക്ക് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാവുന്നത് ഓരോ സോഴ്സ് ചാർജും ടെസ്റ്റ് ചാർജും ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെക്ടർ F1 ഇങ്ങനെ എടുത്തു, വെക്ടർ F2 ഇങ്ങനെ എടുത്തു എന്ന് വിചാരിച്ചു, വെക്ടർ F3 ഇങ്ങനെ എടുത്തു എന്ന് വിചാരിച്ചു. എല്ലാ വെക്ടേഴ്സിൻ്റെയും വെക്ടർ സം ആഡ് ചെയ്താൽ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് നമുക്ക് കിട്ടും. അതായത് എല്ലാ ചാർജുകളുടെയും ഓരോ സോഴ്സ് ചാർജും ടെസ്റ്റ് ചാർജും ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ വെക്ടർ സം ആയിരിക്കും ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലൊരു വളരെ എന്താ പറയുക വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വെക്ടർ സം വന്നത് എന്നുള്ള കാര്യം പലർക്കും ക്ലിയർ ആവാറില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ദ ഫോഴ്സ് ഓൺ ടെസ്റ്റ് ചാർജ്. So according to superposition principle, force on test charge on Q is vector sum of all forces, all individual forces acting on the test charge. അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു വെക്ടർ F1 പ്ലസ് വെക്ടർ F2 പ്ലസ് വെക്ടർ F3 പ്ലസ് വെക്ടർ F4 പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. ഇപ്പോൾ രണ്ട് ചാർജുകളെന്ന് വിചാരിച്ചോ, Q1 Q2 മാത്രമേ ഉള്ളൂ എങ്കിൽ സിമ്പിളാണ്. ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് ഇവിടെ ഫോഴ്സ്, ഇവിടെ വെക്ടർ F1 വന്നു, ഇവിടെ ഒരു ഫോഴ്സ് വെക്ടർ F2 വന്നു. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം നമ്മൾ അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് വെക്ടർ F എന്ന് നമുക്ക് കിട്ടും. വെക്ടർ F1 പ്ലസ് F2. ഇതാണ് നമ്മൾ മാത്തമാറ്റിക്കലി പറഞ്ഞത്. സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ, ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് കംപ്ലീറ്റ്ലി അൺഅഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് അതർ ചാർജസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ചാർജും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വെക്ടർ F1 ആണ്. ആ വെക്ടർ F1ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1/4πε0 സ്മോൾ q1 ക്യാപിറ്റൽ Q ബൈ r1 സ്ക്വയർ. ഓക്കെ, ക്ലിയർ? ഇനി വെക്ടർ F2ൻ്റെയോ, വെക്ടർ F2ൻ്റെ ഫോഴ്സ് എന്ത് വരും? 1/4πε0 സ്മോൾ q2 ക്യാപിറ്റൽ Q ബൈ വെക്ടർ r2 സ്ക്വയർ. ഇതാണ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ r2 ഡയറക്ഷൻ. ഇപ്പോൾ ഓരോ ഫോഴ്സ് അങ്ങനെ എഴുതും. അതായത് ഈ രണ്ട് Q1ഉം ക്യാപിറ്റൽ Qവും തമ്മിലുള്ള ഫോഴ്സിനെ Q2ൻ്റെ പ്രസൻസ് യാതൊരു തരത്തിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയോ അതിൻ്റെ ഡയറക്ഷനെയോ മാറ്റുന്നില്ല. അപ്പോൾ ഓരോ രണ്ട് ഇൻഡിവിജ്വൽ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ മൂന്നാമത്തെ ഒരു ചാർജിൻ്റെ പ്രസൻസ് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോൾ Q1ഉം Qവും തമ്മിലുള്ള ഫോഴ്സിനെ Q2ൻ്റെ പ്രസൻസോ, Q2 ഉണ്ടെങ്കിലും Q2 ഇല്ലെങ്കിലും Q1ഉം Qവും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റി തന്നെയാണ് വരും. അതാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഫോഴ്സിനെയും ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടർ സം നമ്മൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഒരു ടെസ്റ്റ് ചാർജിൻ്റെ പുറത്തുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സോഴ്സ് ചാർജുകൾ ഉണ്ടാക്കുന്ന ഫോഴ്സുകളുടെ വെക്ടർ സം ആണെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ സോഴ്സ് ചാർജുകൾ മറ്റു രണ്ട് ചാർജുകളുടെ ഫോഴ്സിലെ മാഗ്നിറ്റ്യൂഡിനെയോ ഡയറക്ഷനെയോ ഡിസ്റ്റർബ് ചെയ്യാനുള്ള രീതിയിൽ അവർ ആക്ട് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥം. ദിസ് എ ഇമ്പോർട്ടൻ്റ് ആക്സിയം. ഇതൊരു ആക്സിയം തന്നെയാണ്. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മൊത്തം മൊത്തം ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറയുന്നത്. സോ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് കംപ്ലീറ്റ്ലി അൺഅഫക്റ്റഡ് ബൈ ദ presence of other charges. Okay, thank you.